വേദിയിലുള്ള 3 പേരും 3 തരത്തിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുകയും ഞാൻ ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ നടന്നു പോകുമ്പോൾ വൈകുന്നേരം സായാഹ്ന സവാരിക്ക് പോകുമ്പോൾ ഫുട്പാത്തിലൊരു വേലിൽ തട്ടി ഞാൻ കമിഴ്ന്ന് വീഴുകയും എൻ്റെ മുട്ടും ഒക്കെ മുറിയുകയും അതിൻ്റെ ചികിത്സാർത്ഥം എനിക്ക് വീട്ടിൽ വിശ്രമിക്കേണ്ടി വന്നതിനാൽ അതിന് പോകാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു കടം വീട്ടൽ കൂടിയാണ് ഇന്നത്തെ ഈ എൻ്റെ പ്രഭാഷണം. എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഗാനരചയിതാവ് ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് ഞാൻ ഒരു ദൂരദർശൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പൊൻകുന്നൽ ദാമോദരൻ സാറുമായിട്ട് അദ്ദേഹം ഗാനരചയിതാവായിട്ടും ഞാൻ ഗാനങ്ങളെ കുറിച്ച് എഴുതുന്ന ആളെന്ന നിലയിലും നമ്മുടെ കെ ജയകുമാർ റിട്ടയർഡ് IAS, അന്ന് അദ്ദേഹം IAS ആയിരുന്നു, IAS ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹമായിരുന്നു മോഡറേറ്റർ. അങ്ങനെ ഒരു പരിപാടിയും നടന്നിട്ടുണ്ട്. പിന്നെ സതീഷ് കുമാറാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 10-25 വർഷമായിട്ട് ഞങ്ങൾ അടുത്ത് പരിചയമുള്ള, മിക്കവാറും ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ 3 പേരെ ഇവിടെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷമാണ്. വേദിയിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും പ്രത്യേകം നമസ്കാരം. എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട് ഇവിടെ, എൻ്റെ കൂടെ ജോലി ചെയ്ത ഗിരിജാവല്ലഭനും മകളും സിവിലയും വന്നിട്ടുണ്ട്. സിവില വേറൊരു കാര്യം കൂടെ ഉണ്ട്, എം ഡി രാജേന്ദ്രൻ്റെ ഒരു പടത്തിൽ പാട്ട് പാടിയിട്ടുമുണ്ട് അല്ലേ? ആ പടത്തിൻ്റെ ആ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് സ്റ്റുഡിയോയിൽ പോയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സതീഷ് കുമാറും ഉണ്ണികൃഷ്ണനും കൂടെ സംസാരിച്ച് ഞാൻ ചെത്തക്കൊമ്പിൽ കയറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയാലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ നാം മലയാളികളെ സംസ്കാരമെന്തെന്ന് പഠിപ്പിച്ച ചില കവികൾ നമുക്കുണ്ടായി. അവരിൽ ആദ്യം പറയേണ്ട പേര് തീർച്ചയായിട്ടും വയലാർ രാമവർമ്മയുടേതാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 53 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ഇങ്ങനെ എഴുതി: ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കു നീ നഗരപാതയായി അകത്തു. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ചെമ്പരത്തിയിലെ അതിപ്രശസ്തമായ ഗാനം. മലയാള നാട് വാരികയിൽ ദിനേശൻ എന്ന കവിയുടേതായി അച്ചടിച്ചു വന്ന വരികളാണിവ. രാഘവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ഞാനും ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. രാഘവൻ എഴുതിയ വരികൾ സുധീർ എന്ന് പറഞ്ഞാൽ അന്തരിച്ചു പോയ നടൻ പിന്നെ അവതരിപ്പിക്കുന്നതായിട്ടാണ് ചിത്രത്തിൽ ചിത്രീകരിച്ചത്. അത് ആ പാട്ട് യേശുദാസും പാടിയിട്ടുണ്ട്, പ്രത്യേകമായി മാധുരിയും പാടിയിട്ടുണ്ട്. ചക്രവർത്തിനി എന്ന് പറഞ്ഞാൽ രാജ്ഞിമാരുടെ രാജ്ഞി എന്നാണ്. വെറും രാജ്ഞിയല്ല, രാജ്യമാരുടെ രാജ്ഞി. അങ്ങനെ ഒരു പദവിയുണ്ട്, രാജ്യമാരുടെ രാജ്ഞി. അതൊക്കെയാണ് വയനാടിൻ്റെ സവിശേഷം. അദ്ദേഹം ഈ അളന്നു തൂക്കി ഒക്കെയാണ് അദ്ദേഹം പ്രയോഗിക്കുക. ചക്രവർത്തിനി നിനക്കു സംബോധനയാണ്. സംബോധന എപ്പോഴും ദീർഘമായിരിക്കണം എന്നാണ്. മാന്യരേ എന്നാണ് പറയേണ്ടത്, മാന്യരേ എന്നല്ല. സംബോധന എപ്പോഴും ദീർഘമായിരിക്കണമെന്നാണ്. സുഹൃത്തെ എന്നല്ല, സുഹൃത്തേ. അപ്പോൾ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ശില്പഗോപുരം അറിയാമല്ലോ, ശില്പഭംഗിയുള്ള വലിയ ഗോപുരം. അദ്ദേഹത്തിൻ്റെ മനസ്സു തന്നെയാവാം കവിയുടെ, ദിനേശൻ എന്ന കവിയുടെ, വയലാർ രാമവർമ്മ എന്ന കവിയുടെ, സിനിമയിലെ നായകൻ്റെ, ദിനേശൻ എന്ന നായകൻ്റെ മനസ്സു തന്നെയാവാം. ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വയ്ക്കൂ. പൂ കൊണ്ടുള്ള ചെരുപ്പാണ് അവൾ അണിഞ്ഞത്, രാജ്ഞിമാരുടെ രാജ്ഞിയായിട്ട്. അപ്പോൾ സാധാരണ ബാറ്റയുടെയോ കരോണയുടെയോ ചെരുപ്പ് അണിയാൻ പറ്റില്ല. അതുകൊണ്ട് പുഷ്പപാതുകം, പൂ കൊണ്ടുള്ള ചെരുപ്പാണ് അവൾ അണിഞ്ഞത്. വയലാർ പറയുന്നു, ദിനേശൻ എന്ന കവിക്ക് വേണ്ടി തൂലികയെടുത്ത വയലാർ പറയുന്നു, ആ ചെരുപ്പ് പോലും പുറത്ത് വെച്ച് നഗ്നപാതയായി അകത്തു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദിവ്യമാണ്
നിനക്ക് വേണ്ടി ഞാൻ പണിത ഈ ശില്പഗോപുരം എന്നാണ്. മലയാളിയുടെ ഒരു സംസ്കാരത്തെ അടിവരയിട്ട് പറയുകയാണ് വയലാർ. നമുക്ക് മലയാളികൾക്ക് മാത്രമുള്ള, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പറയാം, തമിഴരും തെലുങ്കിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറയാം, പിന്നെ മലയാളികൾക്ക് മാത്രമുള്ള ഒരു സംസ്കാരമാണ്. നമ്മൾ അന്യൻ്റെ വീട്ടിൽ കയറുമ്പോൾ, അമ്പലത്തിൽ കയറുമ്പോൾ, പള്ളിയിൽ കയറുമ്പോൾ, മോസ്കിൽ കയറുമ്പോൾ ചെരുപ്പ് പുറത്ത് വെക്കും. എന്തിന്? നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ പോലും ചെരുപ്പ് പുറത്ത് വെക്കും. ഞാനൊക്കെ കൊച്ചില് ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കയറിയ അമ്മ പറയും, ആ ചെരുപ്പ് വെളിയിൽ കൊണ്ട് വെച്ചിട്ട് കയറടാന്ന് പറയും. പഴയ വീടുകളിൽ വരാന്തയിൽ കിണ്ടിയിൽ വെള്ളം വെച്ചിരിക്കും, കാല് കഴുകിയിട്ട് അകത്ത് കയറാറ്. ആ ചെരുപ്പ് അവിടെ വെച്ചിട്ട്, അന്ന് ചെരുപ്പിടുന്ന സ്വഭാവം പോലും ഇല്ലായിരുന്ന സമയത്ത് പോലും കാല് കഴുകിയിട്ടാണ്. അതാണ് പുഷ്പപാതുകം പുറത്തു വെക്കും നീ നഗ്നപാതയായ അകത്ത് വരും. അവിടെയാണ് മലയാളിയെ ആ സംസ്കാരം വയലാർ പറഞ്ഞു. ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന നടിയാണ്, അതായത് രോജാരമണി എന്ന് തമിഴിലും ശോഭന എന്ന് മലയാളത്തിലും പറയുന്ന ചെമ്പരത്തി ശോഭന എന്ന് പിന്നീട് അറിയപ്പെട്ട നടിയാണ്. ആ നടിയെക്കുറിച്ചുള്ള ആ നായികയെക്കുറിച്ചുള്ള വരികളാണ് വാസ്തവത്തിൽ വയലാർ എഴുതിയത്. അതേസമയം ONV കുറുപ്രസാദ് സംസ്കാരം പറഞ്ഞു തരുന്ന മറ്റൊരു വിധത്തിലാണ്. ജാലകം എന്ന സിനിമയിൽ അദ്ദേഹം എഴുതി, ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി. ഒരു ദലം മാത്രം വിടർന്ന്, അവിടെ ആ ഒരു പ്രയോഗം കൊണ്ട് അദ്ദേഹം ഒരുപാട് അർത്ഥം ഉണ്ടാക്കി. ഒരു ദലം മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ, മൊട്ട തന്നെയാണ്. ഒരു ദലം മാത്രം, പൂവെന്ന് പറയാൻ പറ്റില്ല. എല്ലാം വിരിഞ്ഞാലേ, എല്ലാ ദലങ്ങളും വിരിഞ്ഞാലേ പൂവെന്ന് പറയാൻ പറ്റും. ഒരു ദലം മാത്രമേ വിരിഞ്ഞുള്ളൂ. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് അവൾ കടക്കുന്നതേ ഉള്ളൂ എന്ന് ഇതിനേക്കാൾ ഭംഗിയായി ഇത് സൂചിപ്പിക്കാൻ പറ്റില്ല. സിനിമാ പാട്ടുകളിൽ എത്രമാത്രം സാഹിത്യവും സംഗീതവും ഒത്തുചേർന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നത്തെ പാട്ടുകൾ കേട്ടാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നും നമുക്ക്. അതിലേക്ക് ഞാൻ വരാം. ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളം, കേട്ടോ, വെറും മുകുളമല്ല, ജമന്തി എന്നല്ല എഴുതിയത്, നലുമണിപ്പൂവൊന്നുമല്ല, ചെമ്പനീർ മുകുളം. നായികയുടെ സകല സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. അശോകനും പാർവതിയും, ജയറാമിൻ്റെ ഇപ്പോൾ ഭാര്യയായ പാർവതിയുമാണ് ആ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ചുമരിൽ ചിത്രം വരയ്ക്കുകയാണ്, ചിത്രകാരനാണ് നായകൻ. ചിത്രം വരയ്ക്കുമ്പോൾ നായികയെ നോക്കി ചിത്രം വരയ്ക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. എന്നിട്ട് പറയുന്നു, തരള കപോലങ്ങൾ. തരളം എന്ന് വെച്ചാൽ ഇളകുന്ന, ഭംഗിയുള്ള, മുത്തുപോലെയുള്ള. ഭാഷ പഠിച്ചവർക്കറിയാം ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ONV സാർ ഭാഷാധ്യാപകനായിരുന്നല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വാക്കുകളൊക്കെ വഴങ്ങും. ഭാഷാധ്യാപകനൊന്നും വരെ 10ാം ക്ലാസ് വരെ പഠിച്ച വയലാർ ഇതിനേക്കാൾ നന്നായിട്ട് എഴുതും. അത് വേറെ വശം. തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ. തരള കപോലങ്ങൾ കണ്ടപ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ അതൊന്ന് നുള്ളി നോവിക്കണമെന്ന് അതിയായ മോഹം എനിക്കുണ്ടായി. പക്ഷേ ഞാൻ മലയാളിയാണ്, എനിക്കൊരു സംസ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് തഴുകുക പോലും ചെയ്യാതെ ഞാൻ നോക്കി നിൽക്കുന്നതിന് കപ്പം കൊടുക്കട്ടെ. നോക്കി നിന്നു. അവിടെയാണ് ONV സാറ് മലയാളികളെ സംസ്കാരം. ഈ പാട്ടൊക്കെ മനസ്സിലാക്കിയ ഇന്ന് ഈ പത്രങ്ങളിൽ ഈ എന്താ പറയുന്നത്, ഈ പല അസമത്വങ്ങളും അല്ലെങ്കിൽ പല മോശമായ അവസ്ഥകളും നടക്കില്ല. ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ആൾക്കാർ. ഇനി ഭാസ്കരൻ മാഷാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിലാണ് അദ്ദേഹം എഴുതുക. നമ്മുടെ ശബ്ദത്തിൽ മലയാളിയുടെ ഒറിജിനൽ തൃശ്ശൂരുകാരനായ ഭാസ്കരൻ മാഷ് ഒരുപാട് കാലം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ നിരന്തരം ചെന്ന് കാണുമായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുകൾ നിന്ന് അൽഷീമേഴ്സ് വന്ന് കഴിഞ്ഞ സമയത്തൊക്കെ അദ്ദേഹത്തെ ചെന്ന് കാണുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത മുഹൂർത്തങ്ങളാണ്. അദ്ദേഹം പരീക്ഷ എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതി. പരീക്ഷ എന്ന സിനിമയിൽ പെണ്ണ് കാണാൻ വന്നു. കല്യാണം ഉറപ്പിച്ചില്ല, ഉറപ്പിക്കുമെന്നുള്ള സ്ഥിതിയാണ്. അപ്പം നായികയ്ക്ക് ഒരു സംശയം, എന്താണ് നായകനെ എന്ത് വിളിക്കും? അച്ഛൻ്റെയോ അമ്മയുടെ ചെന്ന് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെണ്ണൊരു സൂത്രമെടുത്തു. അന്ന് ഈ കൂട്ടുകാരികളുണ്ട്, തോഴിമാർ, സഖിമാർ. അപ്പോൾ പഴയ സിനിമകളിലെല്ലാം കാണാം തോഴിമാർ. ഈ വടക്കമ്പാട്ട് സിനിമകളിൽ മാത്രമല്ല, അല്ലാത്ത സിനിമകളിലും ഉണ്ട് തോഴിമാർ. അപ്പോൾ എൻപ്രാണ നായകനെ എന്തു വിളിക്കും?
എങ്ങനെ ഞാൻ നാവെടുത്തു പേര് വിളി. ഇതാണ് നായികയ്ക്ക് സംബന്ധിച്ചിട്ടുള്ള കുഴപ്പം. നോക്കിയാണ് സഖി, എങ്ങനെ ഞാൻ നാവെടുത്തു പേര് വിളി. മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കെ ഞാൻ എന്ത് വിളി. എന്തും വിളിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളൊരു കുഴപ്പമുണ്ടല്ലോ, അന്ന് കളിയാക്കില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് വിളി. ഇതാണ് ഭാസ്കരൻ മാഷ് കൊണ്ടുവന്ന സംസ്കാരം. വയലാർ കൊണ്ടുവന്ന സംസ്കാരം, പോലീസ് സാർ കൊണ്ടുവന്ന സംസ്കാരം, ഭാസ്കരൻ മാഷ് കൊണ്ടുവന്ന സംസ്കാരം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബാല്യകാലത്ത് ഒരു നാട്ടും പുറത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. 15 വയസ്സ് വരെ 15 വയസ്സ് വരെ പഠിച്ചത് നേമം വിക്ടറി ബോയ്സ് ഹൈസ്കൂൾ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലാണ്. അവിടെയാണ് എൻ്റെ പീതിയും പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹപാഠികളാണ്. അന്നൊക്കെ ഈ എൻ്റെ അയൽവക്കിലെ പെണ്ണുങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ പേര് പറയും. ദേ, നോക്കിയേ, പിന്നെ, കേട്ടോ, പിള്ളേരുടെ അച്ഛ, അങ്ങനെ വിളിക്കണമെങ്കിൽ അർത്ഥമുണ്ട്. അന്ന് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഒരാളല്ല, പിള്ളേരുടെ അച്ഛ. ഇങ്ങനെ ഞാൻ കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ ഈ വിളിയൊക്കെ ഒന്ന് മാറി. എൻ്റെ വീട്ടിലുൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ചേട്ടാന്ന് വിളിക്കുക, ഭർത്താവിനെ ചേട്ടാ. ഞാൻ കുറച്ചുകൂടി യൗവനാവസ്ഥയിലെത്തിയപ്പോൾ പേര് വിളിക്കാൻ തുടങ്ങി. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യനീതി, തുല്യാവകാശം എന്നുള്ളത് കൊണ്ട് പേര് വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴെന്താണ്, എടാ, നീ, വാട, പൊട, റീൽസൊക്കെ കണ്ടിട്ടില്ലേ? അതിലൊക്കെ എന്ത്. അപ്പം പാട്ടും അതനുസരിച്ച് മാറി. ആരടാ, ഞാനടാ, വാടാ, കൂമ്പിനിടി, പോരടാ, കാണടാ, കൂടാ, മുട്ടനിടി, അമ്പിളി, ഇമ്പിളി, ഈന്തപ്പഴം കഴിച്ചപ്പോൾ പ്രാ പ്രീ പ്രൂ ഇടി. ഇടി എന്ന സിനിമയിലെ പാട്ടാണ്. ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്നാണ് ആ സിനിമയുടെ മുഴുവൻ പേര്. ഇൻസ്പെക്ടർ ദാവൂദ്, ചുരുക്കപ്പേരിൽ സിനിമയിൽ പേരിടുന്നത് ഒരു ഫാഷനാണ്. നീ കോ ഞാച്ച, നിന്നെയും കൊല്ലും ഞാനും ചാവും, മാച്ചൂക്ക, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്. ഇങ്ങനെ ഒരുപാട് പല പാട്ടുകൾ വന്നിട്ടുണ്ട്. ഷോലേ, അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ആരടാ, ഞാനടാ, വാടാ, കൂമ്പിനിടി. അർത്ഥം വൈകോളും. ഇത് എഴുതിയാണെന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. പോരടാ, കാണടാ, കൂടാ, മുട്ടനിടി, അമ്പിളി. അമ്പിളി അറിയാത്ത അമ്പിളിയെ മാറും. ഇമ്പിളി എനിക്കറിയില്ല. ശ്രീകണ്ഠേശ്വരം പത്മനാഭമുള്ള അദ്ദേഹത്തിനും അറിയില്ല. വിഷ്ണു മലയാളം നിഘണ്ടു എഴുതി ആർക്കും അറിയില്ല. ഇമ്പിളി. ഈന്തപ്പഴം കഴിച്ചപ്പോൾ, ഈന്തപ്പഴം അറിയാലോ, ഡേറ്റ്സ്, അത് കഴിച്ച പ്രാ പ്രീ പ്രൂ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നതാണ് ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിമിന്റെ ഗാനരചയിതാവ് പറയുന്നത്. MD രാജേന്ദ്രനല്ല, അദ്ദേഹം അങ്ങനെ പറയില്ല. അദ്ദേഹത്തിന്റെ പാട്ടുകളിലേക്ക് ഞാൻ വരാം. ഒരിക്കൽ പി ഭാസ്കരൻ മാഷ് എഴുതി, അല്ലിയമ്പൽ കടവിലെന്ന് നരയ്ക്കു വെള്ളം, അന്ന് നമ്മൾ ഒന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം, അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. റോസി എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ പാട്ടാണ്. ജോബ് എന്ന സംഗീത സംവിധായകൻ ട്യൂൺ ചെയ്ത് യേശുദാസ് പാടിയ പാട്ടാണ്. യേശുദാസ് അല്ല ഈ പാട്ട് പാടേണ്ടിയിരുന്നത്, KP ഉദയഭാനുവാണ്. അതിലെ പാട്ടെല്ലാം KP ഉദയഭാനുവാണ് പാടിയത്. പാടിയിട്ട് യേശുദാസ് ഒരു മതിലും ചാരി എന്ത് ചെയ്യട്ടെന്നറിയാതെ അവിടെ നിൽക്കുമ്പോൾ ഈ KP ഉദയഭാനു എത്ര പാടിയിട്ടും പാട്ട് ശരിയാവുന്നില്ല. അദ്ദേഹത്തിന് കടുത്ത ജലദോഷം. ഉദയഭാനു പറഞ്ഞു, ആ യേശുദാസിനെയൊക്കെ വിളിച്ച് പാടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുദാസ് വന്ന് പാടി. അദ്ദേഹത്തിൻ്റെ തലവര തെളിയേണ്ട സമയമായിരുന്നു. അങ്ങനെ ആ പാട്ട് സൂപ്പർ ഹിറ്റ്. അല്ലിയമ്പൽ കടവ്. അല്ലിയമ്പൽ കടവ് കേരളത്തിൽ എവിടെയുണ്ട്? കുട്ടനാട് തന്നെ പോകണമെന്നൊന്നുമില്ല, എവിടെയുമുണ്ട്. ഒരു ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കടവ് അല്ലിയമ്പൽ കടവാണ്. അല്ലിയമ്പൽ കടവിൽ അന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അതുണ്ടാകണം. അതാണ് ഭാസ്കരൻ മാഷിന്റെ ഉദ്ദേശ്യം. എന്താണ്? അന്ന് നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പ്. അന്നെന്ന് പറഞ്ഞാൽ ഒരു മധ്യവേനൽ അവധിക്കാലമായിരിക്കണം. കാരണം മധ്യവേനൽ അവധിക്കാലം ഇപ്പോഴുള്ള പോലെ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ നദികളിലും കുളങ്ങളിലുമൊക്കെ വെള്ളം വറ്റി ഈ അരവര മാത്രം വെള്ളമുള്ള ഒരവസ്ഥ വരുന്നു. അന്ന് നമ്മളൊന്നായി തുടങ്ങില്ലേ കൊതുമ്പ് വെള്ളം. കൊതുമ്പ് വെള്ളം അറിയാലോ, ഒരാൾക്ക് മാത്രം തുഴഞ്ഞു പോകാൻ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. പക്ഷേ
ഇവരുടെ ഈ രണ്ടുപേരുടെയും പ്രണയത്തെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ONV സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ പ്രഗാഢമായ ബന്ധം, അദ്ദേഹം കൂടെ പറയുന്ന ഒരു പ്രയോഗമാണ് പ്രഗാഢമായ ബന്ധം. പ്രഗാഢമായ ബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഭാസ്കരൻ മാഷ് ഈ കൊതുമ്പ് വെള്ളത്തിൽ രണ്ടുപേരും കൈക്ക് വിട്ടു. ഇവരിങ്ങനെ തുഴഞ്ഞ ദൂരെ പോകുമ്പോൾ ഭാസ്കരൻ മാഷ് പറയുന്നു, അന്ന് നമ്മുടെ ഇത് പഴയ കാര്യമാണ്, പഴയ കാര്യം ഓർമ്മിച്ചെടുക്കുകയാണ്. അന്ന് നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം. അതെഴുതിയ ഭാസ്കരൻ മാഷിന് ക്ഷേക്കൽ കൊടുത്തു. അനുരാഗത്തെ കരിക്കും വെള്ളമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. കൊക്കക്കോളയോടല്ല, കാൻഡയോടല്ല. അനുരാഗം എന്ന് പറയുന്നത് കരിക്കൻ വെള്ളമാണ്. കരിക്കൻ വെള്ളം പ്രകൃതിദത്തമാണ്. പ്രണയവും പ്രകൃതിദത്തമാണെന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് ഭാസ്കരൻ മാഷ്. അകൃത്രിമമാണ് അല്ലേ? മറ്റത് കുറച്ച് പഞ്ചസാര ലായനി കലക്കി വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഗ്യാസ് കയറ്റിയാൽ സോഡയായി എന്ന് പറയുമ്പോൾ അത് കൃത്രിമമാണ്. ഇത് അകൃത്രിമമാണ്, പ്രകൃതിദത്തമാണ്. പ്രണയവും പ്രകൃതിദത്തമാണ്, അകൃത്രിമമാണെന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം അങ്ങനെ എഴുതിയത്. ഇവരിങ്ങനെ തുഴഞ്ഞ ദൂരെ പോകുമ്പോൾ ദൂരെ ഒരു താമരപ്പൂ നിൽക്കുന്നു. അപ്പോൾ ഈ പാഞ്ചാലി പണ്ട് ഭീമസേനോട് ഈ സൗഗന്ധികം കൊണ്ടുവരാൻ പറഞ്ഞതുപോലെ ഈ നായിക ആവശ്യപ്പെട്ടു. പക്ഷേ ഭാസ്കരൻ മാഷ് എഴുതിക്കുന്ന നോക്കൂ, താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു. മോഹിച്ചതേ ഉള്ളൂ അവൾ, നായിക മോഹിച്ചതേ ഉള്ളൂ. അവളുടെ മനസ്സ് വായിച്ചറിയാൻ കഴിവുള്ള നായകൻ. പ്രണയത്തിൻ്റെ അങ്ങനത്തെ അവസ്ഥകളുണ്ടെന്നാണ് ഭാസ്കരൻ മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. താഴെ ഞാൻ നീന്തിച്ചെന്ന് പൂവ് പൊട്ടിച്ചു. അങ്ങനെയാണല്ലോ പ്രണയം വന്നാൽ എന്തും ചെയ്യും. ഇയാൾ എടുത്ത് ചാടി ഓടി നീന്തി ചെന്ന് ആ പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ അവിടെയാണ് ആ തിരിച്ചു വരുന്ന വരവ് ക്ഷീണിച്ച് അവശനായി, ഈ ഇവളെ ആവശ്യപ്പെട്ടത് കൊണ്ടാണെങ്കിലും ക്ഷീണിച്ച് അവശനായി അപ്പം വെള്ളത്തിൽ ഈ കൊതുമ്പ് വെള്ളത്തിൽ നായിക മാത്രമേ ഉള്ളൂ. അയാൾ കുറച്ച് അകലെ നിൽക്കുന്ന താമരപ്പൂ അടർത്തിയെടുത്തുകൊണ്ട് പൊട്ടിച്ചെടുത്തുകൊണ്ട് പിന്നെ തിരിച്ച് നീന്തി വന്ന് ഈ വള്ളത്തിലോട്ട് കയറുമ്പോൾ പിന്നെ നിൻകവിളിൽ കണ്ടു മറ്റൊരു താമര കണ്ടു. ഭാസ്കരൻ മാഷിന് മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതുകൊണ്ടാണ് ഭാസ്കരൻ മാഷിനെയും വയലാറിനെയും അദ്ദേഹം പഞ്ചരത്നങ്ങളെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാരെന്നാണ് വിചാരിക്കുന്നത്. ഇതിനാരാണ് അർജുനൻ, ആരാണ് ഭീമൻ, ആരാണെന്നൊക്കെ ഞാൻ ഒരിക്കൽ ശ്രീമാൻ തമ്പി ചേട്ടനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു. ഇതിനാരാണ് പഞ്ചപാണ്ഡവരുടെ ഓരോരുത്തരും ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് ജനം തീരുമാനിക്കണം അല്ലേ. പിന്നെ നിങ്കവളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ഒരു പൂവാണ് ചോദിച്ചത്. ഒരു കടലാസം എഴുതിയിട്ടുണ്ട്, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നോളൂ അന്ന് പറയുമ്പോഴേ ഒരു പൂ മോഹിച്ചുള്ളൂ. പക്ഷെ ആ വന്നപ്പോൾ ഒരു താമരക്കാട് തന്നെ അവളുടെ കവിൾത്തടങ്ങളിൽ വിരിഞ്ഞു നിൽക്കും. അതിനൊരു പക്ഷേ ഇയാളെ ബുദ്ധിമുട്ടിച്ചതിലുള്ള പ്രയാസം കൊണ്ടാകാം, നാണം കൊണ്ടാകാം, പലതുമാകാം. അത് നമ്മൾ വ്യാഖ്യാനിക്കണം, ആസ്വാദകർ വ്യാഖ്യാനിക്കണം. ഇന്ന് ഇത്തരം ചിന്തകളൊന്നുമില്ല. മണിയറയിലെ അശോകൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി അടുത്തകാലത്ത്. ഞാൻ പോയി കണ്ടതാണ്, കാണേണ്ടി വന്നു. അശോകന്റെ വാഴക്കൃഷി എന്ന സിനിമയ്ക്ക് പേരിടുന്നതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം നിറയെ വാഴക്കൃഷിയാണ്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഡോക്യുമെന്ററി പോലെ തോന്നും. അതിലൊരു പാട്ടുണ്ട്, മൊഞ്ചത്തിൽ പെണ്ണെ ഉണ്ണിമായെ തഞ്ചത്തിലൊപ്പന പാടിവായോ. മൊഞ്ചത്തിൽ പെണ്ണ് ഉണ്ണിമായ തഞ്ചത്തിലൊപ്പനൊക്കെ പ്രാസമൊപ്പിച്ചൊക്കെ എഴുതിയിരിക്കണം, ദ്വിതീയാക്ഷര പ്രാസമൊക്കെ ഉണ്ട്. തഞ്ചത്തിലൊപ്പന പാടിവായോ തേനൂറും എൻ്റെ പ്രേമം നീ. കുഴപ്പമില്ല, തേനൂറും എന്നതാണ് അനുരാഗ കരിക്കും വെള്ളത്തിൻ്റെ ഇടയിലെത്തൂല എങ്കിലും തേനൂറും എൻ്റെ പ്രേമം നീ. അത് കഴിഞ്ഞ് പാലിട്ട പഞ്ചസാര ചായ നീ. ഇവിടെ ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലോ, അവർ പറയട്ടെ, പാലിട്ട ചായ പഞ്ചസാര ഒഴിച്ച ചായ എന്നാണോ പറയുന്നത് നമ്മൾ മലയാളികൾ? പാലൊഴിച്ച ചായയും പഞ്ചസാര ഇട്ട ചായയും ഇതെഴുതിയ ആളിന് അറിഞ്ഞില്ല, അയാൾ കുടിച്ചിട്ടുമില്ല. പതിച്ചി എന്ന്, അല്ലെങ്കിൽ മിഡ് വൈഫ് എന്നോ, ഇന്നത്തെ ഗൈനക്കോളജിസ്റ്റ്, ഞങ്ങളെപ്പോലെ സംസ്കൃതം പഠിച്ചവർ സൂതി കർമ്മിണി എന്നൊക്കെ പറയും. പതിച്ചി ആണ്. ആ നാട്ടില് അന്ന് ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ പ്രസവം ആസ്വദിക്കാൻ കഴിവുള്ളവർക്ക് രോമാഞ്ചം തോന്നും. ഇപ്പം കേട്ടാൽ, ഇപ്പോൾ ഉള്ള പാട്ടുകൾ കേട്ടാൽ ഉള്ള രോഗം കൂടി പൊഴിഞ്ഞു പോകും. ഒരു ഉദാഹരണം പറയാം. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം.
വൈപ്പ് പല്ല് ഉള്ളവർ വച്ചവർ ഇത് പാടരുത്, തെറിച്ചു പോകും. കണ്ടോ നിന്റെ കണ്ണിൽ ഒരു പ്രചണ്ഡനം, പ്രക്ഷോഭനം, ദൃഷ്ടാടനം. കേട്ടോ നിന്റെ കാതിൽ ഒരു ഹുമേളനം. സമ്മേളനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹുമേളനം. ദൃഷ്ടാപമായി തുപ്ലോദയം. ഇത് കുറച്ച് അസഹനീയമാണ്. നീ അറിഞ്ഞോ പിന്നെ പാരിക്ഷോക്തിയായോ, തുലവും തുച്ഛവും മോഹിക്കും കണ്ടുകൊണ്ട. അവളെ മോഹിക്കുന്നതെന്ന് പറയാനാണ് ഈ കസർത്തല്ല. സൺഡേ ഹോളിഡേ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നില്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയത് എല്ലാ പാട്ടുകളും ലഭ്യമാണ്. പാട്ടെന്ന് പറയാനൊക്കെ ഡബിൾ ഇൻവെർട്ടർ കോമന്റ് ഇട്ടിട്ടാണ് ഞാൻ പാട്ടെന്ന് പറഞ്ഞത്. സൺഡേ ഹോളിഡേ. നാളെ സൺഡേ. നമുക്ക് ഞായറാഴ്ചകളാണ് നമ്മൾ എപ്പോഴും ആശ്വാസം തരുന്ന ദിവസം. കാരണം ജോലിക്ക് പോകുന്നവർക്ക് ജോലിക്ക് പോകണ്ട, പഠിക്കുന്നവർക്ക് സ്കൂളിലും കോളേജിലും പോകണ്ട. പക്ഷേ ഈ സിനിമ വന്നതിന് ശേഷം സൺഡേ ഹോളിഡേ എന്ന് കേട്ടാൽ സൺഡേ ഞാൻ വെറുക്കുന്നു. ഇതല്ലേ അവസ്ഥ. പണിതീരാത്ത വീട് എന്ന സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. സേതുമാധവൻ സാറാണ് ഈ കഥയല്ല നടന്ന സംഭവം എന്നോട് പറഞ്ഞത്. സേതുമാധവൻ സാർ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനൊരു ദിനചര്യയുണ്ട്. അദ്ദേഹം അതിരാവിലെ എഴുതിച്ച് പത്രങ്ങൾ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, ഉച്ചവരെ വായിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുപ്പമുള്ളവരെയൊക്കെ ഫോണിൽ വിളിക്കും. ഒരുപക്ഷെ എൻ്റെ രാജേന്ദ്രൻ അറിയായിരിക്കും. അദ്ദേഹം 7 മണിക്ക് മുമ്പ് അത്താഴം കഴിച്ച് കിടന്നുറങ്ങും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ദിനചര്യ. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. പണിതീരാത്ത വീടിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. ചെന്നൈയിൽ വെച്ച് നടക്കുമ്പോൾ വയലാറാണ് പാട്ട് എഴുതേണ്ടത്. എല്ലാവരും ആ ഹോട്ടലിലുണ്ട്, ഒരു മുന്തിയ ഹോട്ടൽ. വയലാർ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നു. അപ്പോൾ കൗണ്ടറിൽ, ഈ റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്ന് ഹിന്ദു പത്രം വായിക്കുകയായിരുന്നു സേതുമാധവൻ സാർ. ഒന്നും മലയാളം പത്രമൊന്നും മദ്രാസിയിൽ കിട്ടില്ല, ഹിന്ദു പത്രം വായിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് മിന്നൽ പോലെ വയലാർ അവിടേക്ക് വന്നപ്പോൾ പിന്നെ സേതുമാധവൻ സാർ അടുപ്പമുള്ളവർ വയലാറിനെ കുട്ടാന്നാണ് വിളി. കുട്ട, പാട്ടൊന്നും എഴുതിയില്ലല്ലോ, ഇന്ന് തന്നെ അത് MS വിശ്വനാഥന് ട്യൂൺ ചെയ്യാൻ കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. ഞാനൊന്ന് ശുചിമുറിയിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വയലാർ അകത്തോട്ട് പോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വന്ന് സേതുമാധവൻ സാറിൻ്റെ കയ്യിലിരുന്ന ഹിന്ദു പേപ്പർ പിടിച്ചു വാങ്ങി, റിസപ്ഷനിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പേന പിടിച്ചു വാങ്ങി ആ കൗണ്ടറിൽ വെച്ച് എഴുതിയ പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങൾ. ഈ പാട്ട് ഓർമ്മിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊരു കാരണം കൂടി. ഈ സിനിമ ഇറങ്ങിയ കാലത്ത് ഞാൻ മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച ആളാണ്. എന്നെ പഠിപ്പിച്ച AR ഗോപാലപിള്ള എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു, ഇനി മുതൽ നിങ്ങളാരും എനിക്ക് ഗുഡ് മോർണിംഗ് പറയരുത്. ഞങ്ങൾ വിചാരിച്ചു സാറിനെന്ത് പറ്റി, ഗുഡ് മോർണിംഗ് പറഞ്ഞാണല്ലോ ക്ലാസ് ആരംഭിക്കുന്നത്. അത് പറയണ്ട, ഇംഗ്ലീഷിൽ പറയണ്ട, നമ്മൾ മലയാളം പഠിക്കുന്നവരല്ലേ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയാൻ അറിയണമെങ്കിൽ പണിതീരത്ത വീട് സിനിമ ചെന്ന് കാണാം. അത് തുടങ്ങുന്നത് തന്നെ സുപ്രഭാതം സുപ്രഭാതം എന്ന പാട്ടോട് കൂടിയാണ്. സുപ്രഭാതം എന്ന് പറഞ്ഞാൽ മറ്റേ ഗുഡ് മോർണിംഗിൻ്റെ തനി മലയാളം. അന്ന് വരെ വയലാർ എഴുതുന്നവരെ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ടെന്ന് മലയാളികൾ മനസ്സിലാക്കിയിട്ടില്ല. അതങ്ങനെ ഒരു സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ജ്വാലാമുഖി എന്ന് വെച്ചാൽ ജ്വലിച്ച മുഖത്തോടു കൂടിയവർ എന്നാണ്. ജ്വാലാമുഖികളെ ജ്യോതിർമയ്യ. ജ്യോതിർമയി എന്ന് വെച്ചാൽ പ്രകാശം നിറഞ്ഞ തേജസ്സുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങൾ. ആ സിനിമ കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് പ്രഭാതത്തിൽ വളരെ ഏർലി മോർണിംഗിൽ ആകാശത്തേക്ക് നോക്കിയാൽ മേഘങ്ങൾ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് കാണാം. അത് കണ്ടിട്ട് വയലാർ പറയുന്നു, പിന്നെ ചാമരം വെള്ളിച്ചാമരം വീശുന്നതാണെന്ന് മേഘങ്ങൾ. വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം. ഈ കഥ നടക്കുന്നത് നീലഗിരിയിലാണ്. അതുകൊണ്ടാണ് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന് വയലാർ എഴുതിയത്. ഇത് ട്യൂൺ ചെയ്യേണ്ടിയിരുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. അന്ന് KS സേതുമാധവൻ സാറും ദേവരാജൻ മാസ്റ്ററും തമ്മിൽ സൗന്ദര്യപ്പടക്കത്തിലായതുകൊണ്ട് ദേവരാജൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ MS വിശ്വനാഥൻ എന്ന് പറയുന്ന തെക്കേ ഇന്ത്യയിലെ മറ്റൊരു പ്രഗത്ഭനായ സംഗീത സംവിധായകൻ്റെ ചുമലിൽ ഈ ചുമതല വന്നു വീഴുകയും അദ്ദേഹം ഇത് ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ഈ പാട്ട് യേശുദാസാണ് പാടേണ്ടിയിരുന്നത്. ഇത് മാത്രമല്ല കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവന എന്നുള്ള പാട്ട്
യേശുദാസും MS വിശ്വനാഥനും തമ്മിലും സൗന്ദര്യപ്പണക്കമായി. അപ്പോൾ യേശുദാസും പാടാൻ പാടില്ല. അങ്ങനെ ജയചന്ദ്രനെ കൊണ്ട് ഈ പാട്ട് പാടിച്ചു. അത് ജയചന്ദ്രന് ഗുണം ചെയ്തു. ജയചന്ദ്രന് പ്രഥമ സംസ്ഥാന പുരസ്കാരം കിട്ടി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അന്നത്തെ അവാർഡ് കമ്മിറ്റി, ഞാനും 2 പ്രാവശ്യം അവാർഡ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. അന്നത്തെ അവാർഡ് കമ്മിറ്റി ഒരു തെണ്ടിത്തരം കാണിച്ചു. ആ വാക്ക് തന്നെ പറയണം. എന്താണെന്നറിയാമോ? യേശുദാസിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തവണ പിന്നെ പി ജയചന്ദ്രന് ഈ പുരസ്കാരം നൽകുന്നു. അങ്ങനെ കൊടുക്കാനല്ലല്ലോ ഒരു കമ്മിറ്റിയെ വയ്ക്കുക. ഒരാളെ തിരഞ്ഞെടുക്കാനാണ്. ഒരാളെ തിരഞ്ഞെടുക്കണം. അത് ജയചന്ദ്രനെങ്കിൽ ജയചന്ദ്രൻ, യേശുദാസെങ്കിൽ യേശുദാസ്, അല്ലെങ്കിൽ പിന്നെ വേറൊരാളെങ്കിൽ വേറൊരാൾ. അതാണ് അവാർഡ് കമ്മിറ്റി ചെയ്യണം. ഇവിടെ പറഞ്ഞത് ഞാൻ പഠിക്കുന്ന കാലമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് പ്രതിഷേധിച്ചത്. ഞാൻ അന്ന് പ്രതിഷേധിച്ച് ആരും കേൾക്കില്ല. എന്നിട്ട് അങ്ങനെയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് കൊടുത്തത്. വെള്ളിച്ചാമരം. അതിൻ്റെ അടുത്ത വരികളൊക്കെ അതിമനോഹരമാണ്. അഞ്ഞന കല്ലുകൾ മിനുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുര മുറ്റത്ത് ഞാനെൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ഒരു എളിമയോടെയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഞാനൊരു ചെറിയ മുറി കൂടി, ഒരു വലിയ വീടെന്നൊന്നും പറഞ്ഞു, ഒരു ചെറിയ മുറി, നിന്റെ 4 കെട്ട്, പ്രപഞ്ചത്തിൻ്റെ 4 കെട്ടിൻ്റെ ഒരറ്റത്ത് ഞാനും ഒരു കവിയാണ്, എളിയ കവിയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഈ ലോകത്തെ ഒരു മനുഷ്യനാണ്, ഈ ഭൂമിയിൽ ജനിക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. എനിക്കും ഒരു ഇടം വേണം, കിടക്കാനൊരിടം വേണം, ഒരു ചെറിയ മുറി കൂടി പണിയിച്ചോട്ടെ. അഖിലാണ്ട മണ്ഡല ശില്പി എന്ന് പറഞ്ഞു. അജ്ഞനക്കല്ലുകൾ മിനുക്കിയെടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി. അതിനു മുമ്പ് തന്നെ ഈ അഖിലാണ്ടത്തെ കുറിച്ച് പന്തളം കെ പി രാമൻപിള്ള എന്ന് പറയുന്ന പന്തളം കെ പി അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്നുള്ള പ്രാർത്ഥന ഗീതമൊക്കെ എഴുതിയിട്ടുണ്ട്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, അതാണ്. ആ പണിതീരാത്ത വീടെന്നാണ് സിനിമയുടെ പേര്. പക്ഷേ ആ നോവൽ ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ആ നോവലിൽ ഒരിടത്തും ഈ പ്രപഞ്ചം ഒരു പണിതീരാത്ത വീടാണെന്ന് പാറപ്പുറത്ത് എഴുതിയിട്ടില്ല. ഞാൻ പഠിച്ച കാലത്തൊരു ക്ലാസ് കെട്ടിയതും കട്ട് ചെയ്യാതെയും 4 പ്രാവശ്യം കണ്ട സിനിമയാണ്. ഈ പാട്ടുകളുടെ മനോഹാരിത കൊണ്ടാണ് ഞാനത് കാണാൻ പോയത്. ഈ സുപ്രഭാതമാണ് ആദ്യം തുടങ്ങുക. ആ പാട്ട് പാടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പൈസ മുതലായി എന്നൊരു തോന്നൽ സിനിമ ടിക്കറ്റ് എടുത്തു. ഞാൻ കുറച്ച് മുതിർന്നതിന് ശേഷം ഈ പിന്നെ പാറപ്പുറത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയുടെ നോവൽ പലതവണ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ പണിതീരാത്ത വീട് എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ പണിതീരാത്തതാണ് എന്ന അർത്ഥത്തിലാണ് നോവലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ വയനാറിന് ഈ പ്രപഞ്ചം തന്നെ ഒരു പണിതീരാത്ത വീടാണെന്ന് സങ്കല്പം? പാറപ്പുറത്തിൻ്റെ ആ മറുപടി എന്നെ ഞെട്ടിച്ചുമാണ്. അതാണ് കവിയും നോവലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം സുഹൃത്തെ എന്നാണ് എൻ്റെ കേട്ടുള്ളത്. കവിക്ക് ഭാവന കൊണ്ട് പലതും നെയ്തെടുക്കാൻ പറ്റും, പക്ഷേ നോവലിസ്റ്റിന് പരിമിതികളുണ്ട് എന്ന് വളരെ ഭംഗിയായി എനിക്ക് പറഞ്ഞു തരികയായിരുന്നു പാറപ്പുറത്ത് KG മത്തായി എന്ന് പറയുന്ന പാറപ്പുറം. ഒരു മുറി കൂടി പണിയിച്ചോട്ടെ. എന്ത് ഒരു എളിമയോടെയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഇവിടെ ഒരു ഈ MS വിശ്വനാഥനെ അദ്ദേഹം ഏൽപ്പിക്കും. അപ്പോൾ സേതുമാധവൻ സാർ പറയുന്നു, MS വിശ്വനാഥനെ ഏൽപ്പിക്കുമ്പോൾ ദേവരാജ മാസ്റ്റർ അത്ര നന്നാവൂ, മലയാളം അത്ര മലയാളിയാണെങ്കിൽ അത്ര വളരുന്ന ആളല്ല, അതുകൊണ്ട് നന്നാവൂ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് ട്യൂൺ ചെയ്തതിൽ ദേവരാജ മാസ്റ്ററെ കടത്തി വെട്ടി MS വിശ്വനാഥൻ എന്നാണ് സേതുമാധവൻ സാർ പറയുന്നത്. കാരണം പ്രപഞ്ച മന്ദിരമേ എന്ന് പറയുന്നിടത്ത്, ആ പാട്ട് ശ്രദ്ധിച്ചറിയാം, പ്രപഞ്ച മന്ദിരമേ എന്ന് പറയുന്നിടത്ത് ഒരു എക്കോ ഉണ്ട്. പ്രപഞ്ച മന്ദിരമേ ഒരു എക്കോ കഴിഞ്ഞിട്ടാണ് വീണ്ടും മന്ദിരമേ എന്ന് ജയചന്ദ്രൻ പാടുന്നത്. ആ എക്കോ കൊടുത്തിരിക്കുന്നത് പ്രപഞ്ചം എത്ര വിസ്തൃതമുള്ളതാണ്, അല്ലെങ്കിൽ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. അത് സേതുമാധവൻ സാറിൻ്റെ സംഭാവനയല്ല, എഴുതിയ വയലാറിൻ്റെ സംഭാവനയല്ല, അത് MS വിശ്വനാഥൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായകൻ്റെ സംഭാവന. അങ്ങനെ സംഗീത സംവിധായകനും ചില സംഭാവനകൾ നൽകാൻ പറ്റും എന്ന് പാട്ടുകളെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ അടുത്ത വരികൾ അതിനേക്കാൾ മനോഹരമാണ്. 1000 താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി. അരയന്നത്തെ വളർത്തുകയൊന്നുമല്ല, അരയന്നെ അവിടെ ചെല്ലും. അല്ല, ആ സിനിമ കണ്ടവർക്കറിയാം, ധാരാളം അരയന്നങ്ങളുള്ള ഒരു പൊയ്ക കാണിക്കുന്നു. വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരവ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ അപ്പോഴത്തെ അപക്വമായ മനസ്സിൽ ഞാൻ വസന്തയും ശിശിരയും കുളിക്കാനിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2 പെൺകുട്ടികൾ
പിന്നെയാണ് ആലോചിച്ച് ഈ രണ്ട് ഋതുക്കളാണ് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങിയ മനസരോവരമേ എന്ന് മനസ്സിലാക്കിയത്. നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂകൂടി ചൂടിച്ചോട്ടെ എന്നാണ്. കാലത്തിനോടുകൂടി സംവദിക്കുകയാണ് വയലാർ. ആ സിനിമയുമായിട്ട് ഏറ്റവും ബന്ധമുണ്ട് ഈ പൊയ്കയ്ക്ക്. എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുന്നവർക്കറിയാം, ജോസ് എന്ന് പറയുന്ന പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രം, റേച്ചൽ എന്ന കഥാപാത്രത്തെ നന്ദിത ബോസ് അവതരിപ്പിച്ചു. റോഷ്നി എന്ന ബേബി സുമതി അവതരിപ്പിച്ച കൊച്ചു കഥാപാത്രം, കൊച്ചുകുട്ടിയുടെ കഥാപാത്രം. ഈ ഭർത്താവ് മരിച്ച റേച്ചൽ നന്ദിത ബോസ് കൊച്ചുകുട്ടിയുമായി കുതിരപ്പുറത്ത് വരുമ്പോൾ കുതിരയുടെ കാല് തെറ്റി ഈ പൊയ്കയിലേക്ക് വീഴുന്നു. പൊയ്കയിലേക്ക് വീഴുമ്പോൾ പ്രേംനസീർ, സിനിമയിലെ നായകനുള്ളൊരു ധർമ്മമുണ്ടല്ലോ, ഉടനെ ചാടി വീണ് അവരെ രക്ഷിക്കുന്നു. രക്ഷിച്ചിട്ട് ഈ ചേറും ഈ അവിടുത്തെ പിന്നെ ജലസസ്യങ്ങളും എല്ലാം തലയിലും മുഖത്തൊക്കെ ആയിരിക്കുന്ന സമയത്ത് പ്രേംനസീറിന് ഒരു ചെറിയ പ്രണയ ചിന്ത ഉണ്ടാകുന്നു നായകൻ. പക്ഷേ നന്ദിത ബോസ് പറയുന്നു, നിങ്ങളെ ഞാൻ ഒരു സ്വന്തം സഹോദരനായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഈ പ്രണയം ഇങ്ങനെ ഉടലെടുക്കുന്ന സമയത്ത് ആ സിനിമ കണ്ടവരൊക്കെ അറിയാം. ഇതൊക്കെ എന്നെ സാറ് അന്ന് ആ ക്ലാസ്സിൽ സാറ് ഇതിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ ഒരു വെളുത്ത് തടിച്ച കുതിര ഇങ്ങനെ അതിവേഗത്തിൽ ഓടുന്നു കാണിക്കും, ക്ലോസപ്പ് കാണിക്കും, ക്ലോസപ്പ് ഷോട്ട് കാണിക്കും സേതുമാധവൻ സാർ. എന്ന് പറഞ്ഞാൽ പ്രണയം കാമമായി മാറി, മനസ്സിൽ കാമമായി മാറി അവൻ്റെ കാമാതുരമായ അവസ്ഥയെ കാണിക്കുകയാണ് ഈ വെളുത്ത കുതിരയിൽ. കുതിരയാണല്ലോ ഈ കാമത്തിൻ്റെ സിമ്പലായിട്ട് പലരും പറയുന്നത് പുരാണത്തിലും. കുറച്ച് കഴിഞ്ഞ് സിനിമ കുറച്ച് പുരോഗമിച്ച് കുറേ കഴിയുമ്പം ഈ നന്ദിത ബോസ് പ്രേംനസീർ എന്ന നായകനോട് പറയും, നിങ്ങളെ ഞാൻ സ്വന്തം സഹോദരനായി കാണാം. അപ്പോഴും ഈ കുതിര, അതേ കുതിര, പക്ഷെ ഉണങ്ങി ചുക്കിച്ചൊളിഞ്ഞ ഒരു കുതിര എതിർ ദിശയിലേക്ക് വളരെ സ്ലോ മോഷനിൽ വേച്ച് നടക്കുന്ന, എന്ന് വെച്ചാൽ എല്ലാം തകർന്ന് തഴുപ്പണമായി എന്നുള്ളത് ഇതിനപ്പുറം മനോഹരമായി ആ സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിച്ചു. മാത്രമല്ല ഈ പൊയ്കയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്, ആ സിനിമ കണ്ടവർക്കറിയാം. ആ പൊയ്കയുടെ കരയിലിരുന്ന് നമ്മുടെ ബഹദൂർക്ക എന്ന് പറയുന്ന പകരം വയ്ക്കാനില്ലാത്ത നടൻ ബഹദൂർ എന്നും ചൂണ്ടയിട്ടുകൊണ്ട് ഇപ്പം ഈ ഇതുവഴി ജോസ് എന്ന് പറയുന്ന പ്രേംനസീർ അവതരിപ്പിച്ച ദരിദ്രനായ പട്ടാളക്കാരൻ അതുവഴി വരും. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കും. ഒരു ദിവസം വന്നപ്പോൾ ഈ ബഹദൂർ എന്ന് പറയുന്ന കഥാപാത്രം, മൊയ്തീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സിനിമയിൽ, മൊയ്തീൻ ഈ ജോസിനോട് ചോദിച്ചു, എനിക്കൊരു 10 ഉറുപ്പിക തരുമോ മോനെ? മോനെ എന്നാണ് വിളിക്കുന്നത്. 10 ഉറുപ്പിക തരുമോ? ജോസ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ കഥാപാത്രമാണ്, മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം കഥാപാത്രമാണ്. ഒരു 10 ഉറുപ്പിക തരുമോ എന്ന് ചോദിച്ചു. തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഈ പ്രേംനസീർ പോക്കറ്റൊക്കെ തപ്പി നോക്കി. 10 രൂപ പോയിട്ട് 10 പൈസ കയ്യിലെടുക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ദരിദ്രനായ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ ഒരു പ്രതീകമാണ് ജോസ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നാളെ ഇതേ സമയത്ത് ഞാൻ വരുമ്പോൾ 10 ഉറുപ്പികയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പോകും. പിറ്റേ ദിവസം ഈ 10 ഉറുപ്പികയുമായിട്ട് ഇദ്ദേഹം വരുമ്പോൾ അവിടെ ബഹദൂറിനെ കാണുന്നില്ല. പകരം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചൂണ്ട ഓളപ്പരപ്പിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നതിൻ്റെ ക്ലോസപ്പ് ഷോട്ട് കാണിച്ചുകൊണ്ട് ബഹദൂർ എന്ന് പറയുന്ന മൊയ്തീൻ്റെ മരണം എന്താ പറയുന്ന ഹൃദയധാരിയായ തരത്തിൽ ചിത്രീകരിച്ചു സേതുമാധവൻ സാറ്. അവരെയൊക്കെ സത്യം പറഞ്ഞ പൂവിട്ട് പൂജിക്കണം ഇന്നത്തെ സംവിധായകർ. ഇന്ന് പാട്ടെഴുതാൻ എളുപ്പമാണ്, കവിത്വം വേണ്ട, ഭാഷ അറിയേണ്ട. എന്തെങ്കിലും ഒരു വാഴയുടെ മൂട്ടിൽ ചെന്നുകൊണ്ട് ഏ ബനാനെ ഒരു പൂ തരുമോ, ഏ ബനാനെ ഒരു കാ തരാമോ എന്നൊക്കെ ചോദിച്ച പാട്ടാണ് വാഴ എന്ന സിനിമയിലെ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി, 1 2 അല്ല, ചില്ലറയൊന്നും അല്ല, 100 കോടി ആൺകുട്ടികളുടെ കഥ പറഞ്ഞ വാഴ എന്ന് പറയുന്ന സിനിമയിൽ എഴുതിയത്. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി സായകമാണ്. കച്ചേരിക്കാരനായ യൂസഫലി എഴുതിയ വരികളാണ്. 5 ശരങ്ങളും പോരാതെ മന്മഥൻ നെഞ്ചിരി സായകമാക്കി. 5 ശരങ്ങളേ ഉള്ളൂ കാമദേവന്, നമുക്കറിയാം. പക്ഷെ കാമദേവന് ഈ പരിണയത്തിലെ നായികയെ കണ്ടത് മുതൽ ഇവളുടെ ചിരി കൂടി, വെറും ചിരിയല്ല, പുഞ്ചിരി, അതുകൊണ്ട് അതെടുത്ത് പറയുന്നുണ്ട്, പുഞ്ചിരി സായകമാക്കി, പുഞ്ചിരി കൂടി സായകമാക്കിയാൽ കൊള്ളാമെന്നുള്ളൊരു പൂജ.
എത്ര മനോഹരമായ വർണ്ണനയാണ് നോക്കൂ. 7 സ്വരങ്ങളും പോരാതെ ഗന്ധർവൻ നിൻമൊഴി സാധകമാണ്. അത് ഈ നായിക പാടുന്നവളുമാണ്, നന്നായിട്ട് സ്വരവിസ്താരമൊക്കെ ചെയ്യുന്നവളാണ്. നിൻമൊഴി സാധകമാക്കി, നിൻ തേൻമൊഴി സാധകമാക്കി. വെറും ഈ കളരാഗമല്ലല്ലോ, തേൻമൊഴി സാധകമാണ്. അങ്ങനെ പാട്ടിന് പുതിയ മാനം സൃഷ്ടിച്ച കവികൾ നമുക്കുണ്ടായി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആ കാവ്യ സൗന്ദര്യത്തിൽ ലയിച്ചു പോകും. അതിൻ്റെ പിന്നത്തെ വരികളും ഒക്കെ മനോഹരമാണ്. പത്തരമാറ്റും പോരാതെ കനകം നിൻ കവിൾപ്പൂവിന് മോഹിച്ചു, താമരക്കാട് വിരിയിച്ചു ഭാസ്കരൻ മാഷ നായികയുടെ കവിൾത്തടങ്ങളിൽ. തുടുത്തു നിന്ന കവിൾത്തടങ്ങളിൽ ഒന്ന് നുള്ളി നോവിക്കാതെ മാറി നിന്നു ഒയ്മിക്കുറുപ്പ് സാറ്. ഇവിടെ പത്തരമാറ്റും പോരാതെ കനകം നിൻ കവിൾപ്പൂവിന് മോഹിച്ചു, 7 നിറങ്ങളും പോരാതെ മഴവില്ല് നിൻ കാന്തി നേടാൻ ദാഹിച്ചു. ഇതിലപ്പുറം എഴുതേണ്ട ആവശ്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് കച്ചേരി വരെ പോയി അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ ചെന്നൊന്ന് നമസ്കരിച്ചാൽ എന്ത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവിടെയും ഒരു പ്രശസ്തനായ ഗാനരചയിതാവ് ഇരിപ്പുണ്ട്. അദ്ദേഹവുമായിട്ട് ചിരകാല ബന്ധമാണ് എനിക്കുള്ളത്. കവിത തുളുമ്പുന്ന വരികൾ എഴുതി കൊടുത്ത് അത് ഗാനമാക്കുന്നൊരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ മിക്കവാറും പാട്ടുകൾ ദേവരാജൻ മാസ്റ്ററുടെ കയ്യിലാണ് കിട്ടിയിട്ടുള്ളത്. കവിത നന്നായിട്ട് ചിട്ടപ്പെടുത്താൻ കഴിവുള്ള 2 പേരേ മലയാളത്തിലുള്ളൂ. ഒന്ന് ദേവരാജൻ മാസ്റ്ററും മറ്റൊന്ന് MB ശ്രീനിവാസൻ. ബാക്കി ആരും അവരോടൊപ്പം എത്തില്ല. ഇപ്പം ദക്ഷിണാമൂർത്തി സ്വാമി മോശമാണെന്ന് വെച്ചാൽ അല്ല. ഇപ്പോൾ സൃഷ്ടിയിലെ ഒരു കവിത MS ബാഹുബരാജ് ട്യൂൺ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അപൂർവം. പക്ഷേ ദേവരാജൻ മാസ്റ്ററിനെ പോലെയും MB ശ്രീനിവാസൻ, ഒയ്മിക്കുറുപ്പ് സാർ എഴുതി കൊടുത്ത ഒരു വട്ടം കൂടിയ നോർമലും അത് എഴുതി കൊടുത്തതല്ല, നേരത്തെ എഴുതിയ കവിതയാണ്. ഇങ്ങനെ എത്രയോ കവിതകൾ പിന്നെ MB ശ്രീനിവാസൻ ഒന്നാം തരം കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാനത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. വെറും പ്രണയമായിട്ട് പ്രണയപ്രവാഹമായ അങ്ങനെയുള്ള പ്രയോഗങ്ങളിലാണ് നമ്മുടെ മനസ്സുടക്കുന്നത്. ആ തുടക്കം തന്നെ നോക്കൂ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു. ഹിമശൈല സൈകതം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിലെ മണൽപ്രദേശത്ത് നിന്നുള്ള പിന്നെ ഭൂമിയിൽ നിന്ന് നീ പ്രണയപ്രവാഹമായി വന്നു. അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് ഗംഗയാണ്, ഗംഗാനദിയാണ്. പ്രേമം അത്ര പവിത്രമാണ് എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് MDR എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയുന്ന MD രാജേന്ദ്രൻ. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി. അത് അതിനേക്കാൾ മനോഹരമായ വരി. അതികൂട സുസ്മിതം, വെറും സുസ്മിതം എന്ന് എഴുതിയ അങ്ങനെ ഒരു നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷെ അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി. എന്താണ് ഈ പ്രഥമോദ ബിന്ദു? ആദ്യത്തെ മഴത്തുള്ളി. അത് ആദ്യം എഴുതിയത് കാളിദാസനാണ്. പാർവതി തപസ് ചെയ്യുമ്പോൾ ആദ്യം വീണ മഴത്തുള്ളി എങ്ങോട്ട് പോയി എന്ന് വളരെ വ്യക്തമായിട്ട് കുമാരസംഭവം പഠിച്ചവർക്ക്. അതനുസരിച്ച് ഭൂമിദേവി പുഷ്പിണിയായി എന്ന് പറഞ്ഞ സിനിമയിൽ പനിനീർ മഴ, പൂമഴ, തേന്മഴ എന്ന് പറഞ്ഞ ഒരു 3rd റേറ്റ് പടത്തിന് വേണ്ടി പിന്നെ വയലാറും എഴുതി കൊടുത്തു ഉദാന്തരങ്ങൾ. ഇദ്ദേഹം ആ വരികളൊന്നും സ്പർശിക്കാതെ പ്രഥമോദ ബിന്ദുവായി തീർന്നു. അത് ഈ പ്രവാഹമായി വന്നിട്ട് ഒരു തുള്ളിയായി മാറുമ്പോഴാണ് അതിൻ്റെ സവിശേഷത. അതികൂട സുസ്മിതം. ഇവിടെ പിന്നെ വെറും ചിരിയല്ല. 5 ശരങ്ങളും പോതാതെ മന്മഥൻ നിൻ പുഞ്ചിരി സായകമാക്കി എന്നെഴുതിയ യൂസഫലിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കും MD രാജേന്ദ്രൻ ഈ പ്രയോഗത്തിൻ്റെ കാര്യത്തിലെന്ന് ഞാൻ പറയും. 2 പേരും തൃശ്ശൂരുകാരാണ്. തൃശ്ശൂരിൽ നിന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയും. സത്യമായി പറയുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ 50 വർഷമായി തൊഴിൽ വച്ച് നടത്തുന്നതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രണയപ്രവാഹം ആയിയാണ് ഉത്ഭവിക്കുന്നത്. പക്ഷേ അത് ഒരു തുള്ളിയായി മാറി. ആ തുള്ളിയാണ് പ്രധാനം. ആദ്യത്തെ തുള്ളി, മഴത്തുള്ളിക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ശാലിനിയൻ്റെ കൂട്ടുകാരി എന്ന ഈ പറഞ്ഞ ഗാനത്തിൽ പിന്നീടുള്ള വരികളും അതിനേക്കാൾ മനോഹരമാണ്. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട വരികളാണ്. എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി. ഇതൊക്കെ കവിതയിൽ മാത്രമേ കേൾക്കാൻ പറ്റൂ, പാട്ടി കേൾക്കാൻ പറ്റൂ.
ഈ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, പലരും തെറ്റിച്ചു പാടുന്നത് ഞാൻ കേട്ട് വിഷണ്ണനായിട്ടുണ്ട്. പക്ഷെ ഈ പ്രഥമോദ ബിന്ദുവിനെയും പല വരികളും വാക്കുകളും കേട്ടിട്ടില്ല അവർ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ പറഞ്ഞില്ലേ, പിന്നെ ബോധം അബോധമായി മാറും ജഹരിതൻ സേതപരാഗമായി മാറി. അടുത്ത വരി. ഇതാണ് കവിത. അതായത് ഞാൻ ഒരു കാര്യം പറയാം. കവികളായ ഗാനരചയിതാക്കളും ഗാനരചയിതാക്കളായ കവികളും. കവികളായ ഗാനരചയിതാക്കളായിരുന്നു വയലാർ, ഭാസ്കരൻ മാഷ്, ONV കുറുപ്പ് സാറ്, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കച്ചേരി, MD രാജേന്ദ്രൻ. 5 പേരൊക്കെ 6 പേരുണ്ട് കവിത ഗാനമാക്കി മാറ്റിയവർ. പിന്നീട് വന്നവരെല്ലാം ഗാനരചയിതാക്കളായ കവികളാണ്. ഗാനരചയിതാവെന്ന നിലയിൽ പേരെടുത്തതിന് ശേഷം കവിത എഴുതി ഏതെങ്കിലും വീക്കിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരിടും. ഇന്നത്തെ പല ഗാനങ്ങളും ചിത്രീകരണവും എല്ലാം തട്ടിപ്പാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ അടുത്ത കാലത്ത് കേട്ടൊരു പാട്ടുണ്ട്, ഇല്ലു മീനാറ്റി. കേട്ടിട്ടില്ല? അണ്ണൻ തമ്പി നാടൻ കൊല മല്ലു മീനാറ്റി, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിച്ചു. നല്ല സംസ്കാരമല്ലേ? ONV സാറും വയലാറും ഒക്കെ സംസ്കാരം പഠിപ്പിക്കാൻ നമ്മൾ എന്ത് പാടുപെട്ടു. ഒരു മുന്നും പിന്നും നോക്കാതെ പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്നു. അത് കുത്തിയാണ് പ്രയോഗിക്കുന്നത് ഹരിശ്രീ. അതുകൊണ്ടാണ് ഹരിശ്രീ പേനയും പെൻസിലും കൊണ്ടുവന്നത്. ഇടയാൻ വന്നവർക്കും നിന്നവർക്കും പണ്ടേ ആവട്ടെ, കട്ടച്ചോര കൊണ്ട് ജ്യൂസടിച്ച് സോഡാ സർബത്ത്. അതുകൂടെ ആയപ്പോൾ പോകണം. കട്ടച്ചോര കൊണ്ട് പിന്നെ എങ്ങനെ നാട്ടിൽ കൊലപാതകങ്ങളും പിടിച്ചുപറികളും ഈ അധർമ്മകമായ കാര്യങ്ങൾ നടക്കുന്നതിന് കാരണം ഇത്തരം ചെറ്റപ്പാട്ടുകളാണെന്ന് ഞാൻ പറയും. ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിതങ്ങ് അവസാനം. T. ഭാസ്കരൻ മാഷ് വളരെ കാലം പിന്നെ മദിരാശിയിലായിരുന്നു താമസിച്ചത്. അദ്ദേഹത്തിന് ഒരു മകളും 3 ആൺമക്കളുമാണ്. എല്ലാ മക്കളെയും എനിക്കറിയാം. ഈ മകളെ അടുത്ത കാലത്തും വിമൻസ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയപ്പോൾ അന്നും കണ്ടു. അത് ഏറ്റുവാങ്ങിയത് രാധിക മേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകളാണ്, ഏക മകളാണ്. ശശികുമാർ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ആദ്യത്തെ അധിപനും പിന്നീട് മാധ്യമപ്രവർത്തനമൊക്കെ ആയ ശശികുമാറിൻ്റെ ഭാര്യയാണ് ഈ പറഞ്ഞ രാധിക. ഈ രാധിക വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന സിനിമ എടുക്കുന്ന സമയത്ത് രാവിലെ പാട്ട് എഴുതാനായിട്ടിരുന്ന P. ഭാസ്കരൻ മാഷ് ഈ കുട്ടിയെ കൊണ്ട് പഴനി കലശലായ പണി കുട്ടിയും കൊണ്ട് മദ്രാശിയിലെ ഒരു ആശുപത്രിയിൽ പോയി. അവർ ഈ കുട്ടിയെ പരിശോധിച്ചു, രക്തപരിശോധനയൊക്കെ നടത്തിയിട്ട്, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇപ്പം അവർ നന്നായിട്ട് വയസ്സായി. ആ മകള് പരിശോധിച്ചിട്ട് ആ ഡോക്ടർ വിധിയെഴുതി ഈ കുട്ടിക്ക് രക്താർബുദമാണ് എന്ന് വിധിയെഴുതി. അദ്ദേഹം ആകെ തകർന്നു പോയി. ഏതൊരച്ഛനെയും പോലെ മകളെയും കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വീട്ടിലേക്ക് വന്നു പിറ്റേ ദിവസം പുകഴേന്തിയ ഈ പാട്ട് എത്തിക്കണം. അതിൻ്റെ പിറ്റേ ദിവസം പാട്ട് റെക്കോർഡ് ചെയ്യണം. ഏറ്റവും അടുപ്പമുള്ള ശിഷ്യനായി കരുതുന്ന ശ്രീകുമാരൻ തമ്പിയെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, സന്ദർഭമുണ്ട്, അതിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് എഴുതി എനിക്ക് തരണം. ഒരുപക്ഷെ തമ്പിയുടെ പേരിലായിരിക്കില്ല ഈ പാട്ട് അറിയപ്പെടുക എന്ന് പറഞ്ഞു. എഴുതി തരണം എന്ന് പറഞ്ഞു. എനിക്ക് എഴുതാൻ സാധിക്കുന്നില്ല, എൻ്റെ അവസ്ഥ ഇതാണെന്നും കൂടെ പറഞ്ഞു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങാതെ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ ആരോ പറഞ്ഞു, അവിടുത്തെ വേറൊരു ആശുപത്രിയിൽ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു. വീണ്ടും രക്തപരിശോധന നടത്തിയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് രക്താർബുദമല്ല, വൈറൽ ഫീവറാണ്. വൈറൽ ഫീവർ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാം കേട്ടു തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ്. വൈറൽ ഫീവർ ഇന്ന് വ്യാപകമായി എല്ലാവരും ഉപയോഗിക്കുന്നൊരു വാക്കാണ് അന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ഒരു 3 ദിവസം റെസ്റ്റ് എടുത്താൽ മതി. ഈ രാധിക എന്ന് പറയുന്ന കുട്ടി ഇത് നോവാജിൻ എന്ന് പറയുന്ന ഗുളിക തലവേദനയ്ക്കുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു ഭവിഷ്യത്ത് കൂടിയാണ് അതിനകത്തുള്ള ഉള്ളിലുണ്ട്. കഴിക്കുന്നത് കൊണ്ടാണ് ഈ ബ്ലഡ് നോക്കിയപ്പോൾ കൗണ്ട് കുറഞ്ഞതും WBC കൂടി നിന്നതും രക്താർബുദമാണെന്ന് ആ ഡോക്ടർ വിധി എഴുതിയത്.
അപ്പൊ ഇത് രക്താർബുദമല്ല, വെറും പനിയാണ്, വൈറൽ ഫീവറാണ്, 3 ദിവസത്തെ റെസ്റ്റ് മാത്രം മതി, ചെറിയ മരുന്നുകൾ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിട്ടപ്പോൾ അത്യാഘാതത്തോടെ ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ടാണ് ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വെളിതുറ കഥന നിവാരണ കനിവിൻ കനവേ ഉറവേ കാട്ടിൻ നടുവിൽ വഴിതെളി. ആ പാട്ട് നോക്കൂ. ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മുസ്ലിംമാരും എല്ലാവർക്കും യോജിക്കും. ആർക്കും വേണമെങ്കിലും അവരുടെ പാട്ടെന്ന് പറയാം, അവരുടെ ഭക്തിഗാനെന്ന് പറയാം. ഒരു മതത്തിനും സ്വന്തമെന്ന് പറയാനാകാത്ത വിധത്തിൽ എല്ലാവർക്കും യോജിക്കുന്ന തരത്തിലൊരു പാട്ട്. ഇത്തരം എഴുതി കഴിഞ്ഞ് ആ പാട്ട് മുഴുവൻ എഴുതി കഴിഞ്ഞ് പകടേന്തി ഏൽപ്പിക്കാനായിട്ട് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞതൊക്കെ അങ്ങ് മറന്നു. ശ്രീകുമാരൻ തമ്പി തലേദിവസം പറഞ്ഞതനുസരിച്ച് പാട്ട് എഴുതിക്കൊണ്ടുപോയി. ആകെ അപ്സെറ്റായിപ്പോയി ഭാസ്കരൻ മാഷ്. അത് വാങ്ങിച്ചു നോക്കി. അനന്ത നക്ഷത്ര ശീലപദങ്ങളിൽ അലിഞ്ഞു ചേരും ചൈതന്യങ്ങൾ എന്നൊരു പാട്ടാണ് ശ്രീകുമാരൻ തമ്പി എഴുതി ഭാസ്കരൻ മാഷിന് കൊടുക്കും. ഭാസ്കരൻ മാഷ് അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ MP ശ്രീനിവാസനെ ഇന്ന് തന്നെ ഏൽപ്പിച്ച് മദിരാശി ആകാശവാണിയിൽ പീലിയിലേക്ക് കൊണ്ട് പാടി ലളിതഗാനമായി പ്രക്ഷേപണം ചെയ്യിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സിനിമയിൽ യേശുദാസും S ജാനകിയും വേറെ പാടിയ ഈ പാട്ട്, അതുപോലൊരു പാട്ട് നമ്മുടെ MDR എഴുതിയിട്ടുണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതുമൊന്ന് കേൾക്കുന്നതുമൊന്ന് കരുണാമയമാണ് മയനാം ദൈവമാണ്. പുറം ഇങ്ങനെയാണ് ആ ആശയം വ്യക്തമാക്കുന്നത്. ഭാസ്കരൻ മാഷ് വേറൊരു തരത്തിൽ പറഞ്ഞ അദ്ദേഹം അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു തലത്ത് നിന്നുകൊണ്ടാണ് ആ പാട്ട് എഴുതിയത്. കുറി വരച്ചാലും ഇത് വളരെ ജനകീയമായ പാട്ടാണ്. ആദ്യത്തെ പാട്ട് ജനകീയമല്ലെന്നല്ല, ഇത് കുറെ കൂടി ലളിതമായ വരികളായതുകൊണ്ട് എല്ലാവരും പാടുന്ന പലകഥത്തും പാടി കേൾക്കുന്ന വഴിയാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതുമൊന്ന് കേൾക്കുന്നതുമൊന്ന് കരുണാമയനാം ദൈവം. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് പ്രശംസിച്ച് പറയുകയാണെന്ന് ധരിക്കട്ടെ, സത്യമായതുകൊണ്ട് പറയും. ഇതിലെ പിന്നുള്ള വരികളൊക്കെ ഇതിനേക്കാൾ മെച്ചമാണ്. ഗീതയും ബൈബിളും വിശുദ്ധ ഖുർആനും ഭാരത ഹൃദയമല്ലോ, അദ്വൈത ഭാരത ഹൃദയമല്ലോ, അദ്വൈത സിദ്ധാന്തത്തേക്ക് അതിനകത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ഒരു പടം ഇറങ്ങി. അതിൻ്റെ പേര് സാഹസം എന്നാണ്. അത് കാണുക എന്ന് പറയുന്നത് തന്നെ അന്വർത്ഥമാണ്, സാഹസം. ആ സാഹസത്തിന് മുതിർന്ന ഒരാളാണ് ഞാൻ. അതിലൊരു പാട്ടിതാണ്, പറ 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 പറക്കണ പൂവേ പൂവ് പറക്കൂ. അപ്പം താടി പറക്കും, അത് പക്ഷെ വിത്താണ്, പൂവല്ല. പൂവേ പൂവേ കളറാവട്ടെ, ചിരി ചിരി ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. പിന്നെ കുറെ ചോദ്യോത്തരം, PSCക്കാർ പോലും തോറ്റു പോകുന്ന തരത്തിലുള്ള ചോദ്യോത്തരം. ഏത് മൂട്? അത്തം മൂട്. ഏത് മൂട്? പൂക്കളം മൂട്. മാട്ടാൻ കേട്ടോ. ഏത് മൂട്? മുണ്ട് മൂട്. ഓണത്തിന് മുണ്ടല്ലേ ഉടുക്കും. ഏത് മൂട്? സാരി മൂട്. ചുരിദാറൊക്കെ മാറ്റി സാരി ഉടുക്കും. ഭാവന കണ്ടില്ലേ ഗാനരചയിതാവ്? ഈ 2 വസ്ത്രങ്ങളെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ പറയാത്തത് നമ്മുടെ ഭാഗ്യം. അതിൻ്റെ അടിവസ്ത്രങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞു. ഏത് മൂട്? സദ്യ മൂട്. ഏത് മൂട്? പായസം മൂട്. ഏത് മൂട്? പപ്പടം മൂട്. അപ്പം സദ്യയുടെ കാര്യം അവിടെ നിർത്തി. ആറന്മുള വള്ളസദ്യയെ കുറിച്ചാണ് പാട്ട് എഴുതാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞത്. അവിടെ എന്തുമാത്രം കറികളാണ്. ഈ ഒരു കുടുംബത്തിൽ പണ്ട് കാലത്ത് ഒരുപാട് മക്കളുണ്ടെങ്കിൽ അതിൽ ഒന്നങ്ങ് പിഴച്ചു. 5 പേരുണ്ടെന്ന് കരുതുക. ഒരാൾ പിഴച്ചു, പഠിക്കുകയില്ല, വീട്ടുകാർ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കില്ല, നാട്ടിനും വീട്ടിനും കൊള്ളാത്തവനായി മാറി. ഈ തേങ്ങ വെട്ടുമ്പോൾ ചില പേട്ട് തേങ്ങ, ഇവിടെ അങ്ങനെയാണോ പറയുന്നത് അറിഞ്ഞൂടാ, കേടായ തേങ്ങ, പേട്ട് തേങ്ങ വരുമല്ലോ, അത് പ്രകൃതി നിയമമാണ്. അപ്പം അതിന് ഭാസ്കരൻ മാഷിനെ പോലുള്ള ഒരു തരം ആളുകളെ വിളിച്ചിരിക്കുന്നത് വഴിപിഴച്ച സന്തതി എന്നാണ്. തോപ്പൽ ഭാസി കുറച്ചുകൂടി നല്ല ഭാഷ ഉപയോഗിച്ചു, മുടിയനായ പുത്രൻ. MD വാസുദേവൻ നായർ അതിനേക്കാൾ മനോഹരമായി അസുരൻ. ഇതെല്ലാം ഒന്ന് തന്നെ. ഈ ഗാനരചനാ രംഗത്ത് ഇന്ന് ഈ വഴിപിഴച്ച സന്തതികളും മുടിയനായ പുത്രന്മാരും
അസുരവിത്തുകളും മാത്രമേ ഉള്ളൂ എന്ന ദുഃഖമാണ് എനിക്ക് സുഹൃത്തുക്കളെ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഇങ്ങനെ വന്ന് ഈ എൻ്റെ വിടുവായത്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവസരം തന്നതിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണികൃഷ്ണനോട് തിരുവനന്തപുരത്തുള്ള എന്നെ ഇവിടെ വരുത്തി സംസാരിപ്പിക്കാൻ. നാളെ ഈസ്റ്ററാണ്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഇതാണല്ലോ ഈസ്റ്റർ എന്ന് പറയുന്നത്. നല്ല ഗാനങ്ങൾ ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ഈ ഈസ്റ്റർ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.